കെ.സി. വേണുഗോപാൽ ഈ മത്സരത്തിൽ ഏറ്റവും യോഗ്യനായ നേതാവായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കെ.സി. വേണുഗോപാലിനെ മറ്റേതോ ഒരു ഉപഗ്രഹത്തിൽ നിന്നും വന്ന ആളെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ഗൂഢമായ അധാർമികമായ ഒരു നീക്കം കേരളത്തിൽ നടന്നു. 4.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ പൊതുരംഗത്ത് സജീവമായ കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വളരെയേറെ സംഭാവനകൾ ചെയ്ത ഏറ്റവും ധീരനായ ഒരു നേതാവിനെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തരത്തിൽ നമ്മൾ കാണാതെ പോയിക്കൂടാ. അതിനെ പ്രതിരോധിക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന പാർട്ടി ലീഡർഷിപ്പ് അതിനെ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ പോലും ആ ഒരു ക്യാമ്പയിനെ ഏറ്റെടുക്കാൻ തയ്യാറായത്. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും കെ.സി. വേണുഗോപാൽ എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ CPM-ന്റെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ വേട്ടയാടൽ നടന്നൊരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന നേതാവാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റുവാങ്ങിയ ക്രൂരമായ മർദ്ദനങ്ങൾ, അതിലൂടെ KSUവിനെ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു നേതാവാണ് വേണുഗോപാൽ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടം കണ്ടിട്ടില്ലേ? ആ കെ.സി. വേണുഗോപാലിനെയാണ് ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇതിന് പിന്നിൽ ഒരു ഒരു സമ്മർദ്ദ നീക്കം ഉണ്ടെന്ന് കരുതുന്നു. അതിശക്തമായ സംഘടിത നീക്കം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അതിശക്തമായ സംഘടിത നീക്കം കെ.സി. വേണുഗോപാലിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ ആ വശം കൂടി നമ്മൾ കാണണം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ജനവികാരം മാനിച്ചുള്ള തീരുമാനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളെ പലവട്ടം കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായി. ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. അതേസമയം NSSന്റെ വിമർശനങ്ങളോട് ലീഗ് പ്രതികരിച്ചു. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ആ തീരുമാനം കേരള ജനതയ്ക്കൊപ്പം ഞങ്ങളും അംഗീകരിക്കുകയാണ്. ശ്രമിക്കുന്നത് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ സതീശൻ. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFൻ്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം ഇനി തുടർന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആഹ്ലാദങ്ങളും പങ്കുവെക്കുകയാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാരെ ഏറെ വൈകാതെ തീരുമാനിക്കുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം അറിയിക്കുന്ന പ്രകാരം തിരുവനന്തപുരത്ത് എത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വൈകുന്നേരം യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, ഡേറ്റ് അതിനനുസരിച്ച് ഞങ്ങളും അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ ഫോർമാലിറ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. ബാക്കി ഘടകകക്ഷികൾ അവർ ബന്ധപ്പെടും, നിയുക്ത മുഖ്യമന്ത്രി ബന്ധപ്പെടും. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോർമാലിറ്റി ഗവർണർക്ക് കത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ പ്രൊസീജിയറാണ്. അതതിൻ്റെ മുറക്ക് നടക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് അതന്നെ പുറപ്പെടേണ്ട എപ്പോഴാന്ന് വൈകുന്നേരം അവർ വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി VD സതീശന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആഹ്ലാദത്തിമിർപ്പിലാണ് അദ്ദേഹത്തിന്റെ പറവൂരിലെ ഓഫീസ്. ജില്ലയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ ദേവരാഗം ഇനിയിപ്പോൾ അത് പുതിയ മേൽവിലാസത്തിലേക്ക് മാറുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഇവിടേക്ക് പ്രകടനവുമായി നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയത്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് പ്രഖ്യാപനത്തിന് ശേഷം ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. പറവൂരിൽ നിന്ന് മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള അതിനപ്പുറത്തേക്ക് ജില്ലയ്ക്ക് അപ്പുറത്തു നിന്നുള്ള പ്രവർത്തകർ വരെ ഇതിനെല്ലാം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്, VDS സിന്ദാബാദ്, UDF സിന്ദാബാദ്. ഞാൻ പറഞ്ഞുള്ള ഞങ്ങൾ 100% പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന്. ഓരോ ജനങ്ങളും
സുനിശ്ചിത വിജയമാണ്. ഈ പേരല്ലാതെ വേറൊരാളും ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഒരുപാട് കൊല്ലങ്ങളായി BDS-ന്റെ ഒപ്പം അന്ന് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ അടിയുറച്ച് പ്രവർത്തിച്ച പ്രവർത്തകരാണ്. ഈ തല്ലുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി ആവാനായിട്ട് VD സതീശനല്ലാതെ ഈ കേരളത്തിൽ ആരുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. കേരളത്തിലെ മതേതരത്വം സംരക്ഷിക്കാൻ, കേരളത്തിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് VD സതീശനെ ഭരണമേൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 5 വർഷക്കാലം കേരളത്തിലെ ഭരണം സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങൾക്ക് ഈ 3 നേതാക്കന്മാരിൽ 3 നേതാക്കന്മാർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഞങ്ങളുടെ VD ആക്കണമെന്ന് പറഞ്ഞിരുന്ന പണ്ടേ MLA ഏതായാലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറി VD സതീശന്റെ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും എല്ലാം തന്നെ നടക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് വരെ പ്രവർത്തകർ ഇവിടേക്കായി എത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായും അദ്ദേഹത്തിന് വേണ്ടി തെരുവുകളിൽ പ്രകടനം നടന്നിരുന്നു. അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ ദേവരാഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രഖ്യാപനം നടത്തിയത് മുതൽ ഇതുവരെയും എല്ലാം തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്. പറവൂരിലെ VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, ദേവരാഗത്തിന്റെ ഓഫീസിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.